അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا صدق الله العظيم صدق وبلغ رسوله النبي الكريم. ബഹുമാനികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മദീനയിൽ വന്നപ്പോൾ ഔസ് ഖസറജിന്റെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും അവിടുന്ന് പരിഹരിച്ചു. അവർക്കിടയിൽ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും രമ്യതയുടെയും ആശയങ്ങൾ പാകി. സ്നേഹവും സൗഹാർദ്ദവും അവരിൽ നൽകി. അങ്ങനെ ഒരുമിച്ച് ഏകോദര സഹോദരന്മാരായി മദീനയിൽ സ്വഹാബത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജൂതന്മാർ മുസ്ലിമീങ്ങളുടെ ഈ മുന്നേറ്റവും അവരുടെ ഐക്യവും കണ്ട് കൂടുതൽ ആശങ്കപ്പെടുകയും പഴയകാല ചരിത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് അവരിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് നിലവിലുള്ള ഐക്യം തകർത്ത് അവരെ സംഘർഷാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം നടത്തി മദീനയിൽ മുനാഫിഖുകൾ, ജൂതന്മാർ. പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ടു പോകുന്ന സഹോദരങ്ങളെ വീണ്ടും അഭിപ്രായ ഭിന്നതയിലേക്ക് കൊണ്ടുപോയി അവരെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിയിട്ട് അതിലൂടെ രക്തം ഊറ്റിക്കുടിക്കുവാനുള്ള ഏറ്റവും ഹീനവും ക്രൂരവുമായ ഒരു ശ്രമം നടന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു. പരിശുദ്ധ ഖുർആൻ അവരെ ഓതിക്കേൾപ്പിച്ചു. വദ്കുറൂ നിഅമത്തല്ലാഹ്, ഓ സഹോദരങ്ങളെ, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം ഓർക്കണം, മറന്നു പോകാൻ പാടില്ല. ഇദ് കുന്തും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നില്ലേ, അഭിപ്രായ ഭിന്നതയിലായിരുന്നില്ലേ നിങ്ങൾ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം സഹോദര്യത്തിൽ ചേർത്ത് തന്നില്ലേ. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ നല്ല സഹോദരങ്ങളായി മാറി, സ്നേഹവും ഐക്യവുമുള്ളവരായി മാറി. പിന്നീട് ഇതുപോലുള്ള ജൂതന്മാരുടെയും അതുപോലെ മുനാഫിഖീങ്ങളുടെയും കപടന്മാരുടെയും വാക്കുകൾ കേട്ട് നിങ്ങൾ പരസ്പരം പഴയകാല അഭിപ്രായ ഭിന്നതയിലേക്ക് പോകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉപദേശിച്ചു. ഞാനിത് പറയാൻ കാരണം, ഇന്ന് കുരുവട്ടൂരിയൻ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ തന്ത്രമാണ്. സുന്നികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത അത് മറന്ന് രണ്ട് സമസ്തയിലെയും സുന്നികൾ അവർ ഏകോദര സഹോദരന്മാരായി പരസ്പര ബഹുമാനത്തോടെ പരസ്പരം സ്നേഹത്തോടെ രണ്ടുപേർക്കും അവരുടേതായ സംഘടനകളുടെ കൃത്യമായ അജണ്ടകളും അതുപോലെ നിലപാടുകളുമായി വളരെ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായി അവരുടേതായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കേരളീയ സമൂഹം വളരെ ആവേശത്തോടെ വളരെ സന്തോഷത്തോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരിലും പണ്ഡിതന്മാരിലുമുള്ള ഐക്യം, ആ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആനുകൂല്യങ്ങൾ, ഫലങ്ങൾ ഇന്ന് കേരള ജനത വളരെ സന്തോഷത്തോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സ്നേഹവും ഐക്യവും കണ്ട് ആശങ്കപ്പെട്ടിരിക്കുന്നത് വഹാബികളാണ്. ആ വഹാബികൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ ഈ ഐക്യം തകർക്കണം, ഇവർക്കിടയിലുള്ള സന്തോഷവും സ്നേഹവും തകർക്കണം, എന്നിട്ട് രക്തം ഊറ്റിക്കുടിച്ച് വഹാബിസം വളർത്തണം എന്ന ഒരു ശ്രമം, എന്ന ഒരു ആശയം അവരുടെ മുമ്പിലുണ്ട്. പക്ഷേ 8ഉം 10ഉം 16ഉം കഷ്ണങ്ങളായി പിളർന്നുപോയ വഹാബികൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് അവരിറക്കിയ ചാരനാണ് ഈ നൗഷാദ് മൗലവി. അവരിറക്കിയ ചാരന്മാരാണ് കുരുവട്ടൂരിയൻ മൗലവിമാർ. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരിലും പണ്ഡിതന്മാരിലും വീണ്ടും അഭിപ്രായ ഭിന്നതകൾ കൊണ്ടുവന്ന്
അവരെ പരസ്പരം സംഘർഷകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ട് അതിലൂടെ രക്തമൂറ്റി കുടിക്കാൻ കഴിയുമോ എന്ന വ്യാമോഹമാണ് ഇപ്പോൾ നൗഷാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വൃത്തികെട്ട മനതലങ്ങളിൽ നിന്ന്, ഏറ്റവും മൃഗീയമായ അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന്, ചിന്തയിൽ നിന്ന് മാത്രമാണ് ഇത്തരം ഒരു ആലോചനയും ചിന്തയും ഉടലെടുക്കുന്നത്. അതാണ് നൗഷാദ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സുന്നികളും മനസ്സിലാക്കണം, ഇവന്മാർ കപടന്മാരാണ്, ഇവർ കള്ളത്വരീഖത്തിന്റെ കക്ഷികളാണ്. സുന്നത്തി ജമാഅത്തിനെ തകർത്ത് അതിലൂടെ കാര്യലാഭം നേടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരാണിവർ. കുരുവട്ടൂരിയൻ വ്യാജന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? പഴയ കാലങ്ങളിൽ നമ്മുടെ ഇമാമുകൾ നേരിട്ട പുത്തൻവാദികൾ, മുഅ്തസിലത്തി എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുണ്ടായിരുന്നു. അവരുടെ ആശയമാണ് ഇന്ന് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പുത്തൻവാദം പറഞ്ഞപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഗണ്ണിച്ചു. പരിശുദ്ധ ഖുർആൻ കൊണ്ടും അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവരുടെ വാദങ്ങളെ നമ്മൾ ഗണ്ണിച്ചു. അങ്ങനെ ഗണ്ണിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ ഒരു തന്ത്രത്തിലേക്ക് ഇവർ മാറിയിട്ടുള്ളത്. കുഫറിലേക്ക് ഇവരെ ചെന്നെത്തുന്ന മുഅ്തസിലത്തിന്റെ ആശയം അതുപോലെ ഛർദിക്കുകയല്ലേ മൗലവിമാർ? എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. അപ്പോ മുഅ്തസിലിയാക്കൾ പണ്ട് പറഞ്ഞു വെച്ച ആശയം, അതിനെതിരെ നമ്മുടെ ഇമാമുകൾ കിതാബ് എഴുതി, ശറഹുൽ അഖായിദ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ എഴുതി, അതിന് മറുപടി പറഞ്ഞു. അവരൊതുങ്ങി. പക്ഷേ പിൽക്കാലത്ത് അവരുടെ പിന്മുറക്കാരായി വന്ന ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ അത് പുതുതായി കൊണ്ടുവരികയാണ്. ഇതിൽ പറഞ്ഞ അപകടങ്ങൾ ഒന്നെന്താണ്? അല്ലാഹു തആല കഴിവ് അഡ്വാൻസ് ആയി കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കുന്നതൊക്കെ അവരെന്നെയാണ്. അള്ളാഹുവിന് യാതൊരു റോളുമില്ല. ഇവിടെ സുന്നത്തി ജമാഅത്ത് പറഞ്ഞ ആശയം അപ്പപ്പോൾ മനുഷ്യന് അല്ലാഹു തആല കഴിവ് പടച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, നേരത്തെ ഒന്നും കൊടുത്തിടുന്നില്ല. ഇതിനെതിരെയാണ് ഇവരുടെ ആശയം. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഒന്നും ചെയ്യാനില്ല. അതിനാണ് മൊബൈൽ ഫോൺ ഉദാഹരിച്ചത്. അപ്പൊ അല്ലാഹു തആലയിൽ അജ്സ് എന്നത് അല്ലാഹു തആല അശക്തനായി പോകുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്, കുഫറിന്റെ ആശയമാണത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്, കഴിവുകേട് അല്ലാഹുവിൽ ഉണ്ടാവില്ല. അപ്പൊ അത് കുഫറിന്റെ ആശയമാണ്. മാത്രവുമല്ല, നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല ഒരു കഴിവ് നേരത്തെ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ അല്ലാഹു തആലക്ക് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് കഴിവ് അഡ്വാൻസ് ആയി കൊടുക്കുക എന്നത് അഖലൻ മുഹാലായ ഒരു സംഗതിയാണ്. അതിനെയാണ് നമ്മുടെ ഇമാമുകളൊക്കെ ഗണ്ണിച്ചത്. അതല്ലേ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരോടെ പറഞ്ഞിരുന്നത്? നാം അതിനെ പ്രാമാണികമായി ഗണ്ണിച്ചപ്പോൾ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. എന്നാൽ ഈ പുത്തനാശയം ഇവർ പിൻവലിച്ചിട്ടുണ്ടോ? പിൻവലിച്ചിട്ടില്ല. അത് തന്നെയല്ലേ ഇപ്പോഴും അവരുടെ ആശയം. പക്ഷേ തുറന്നു പറയാൻ ധൈര്യമില്ല എന്ന് മാത്രം. പക്ഷെ അത് മൂടി വെച്ച് കുറച്ച് ആളുകളെ തങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് വീണ്ടും ആ പുത്തൻവാദം കൊണ്ടുവരാനുള്ള അവരുടെ തന്ത്രമാണ് എന്നത് എന്റെ സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന സുന്നികളായ മുഴുവൻ പ്രവർത്തകരും മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ, മുഅ്തസിലത്തിന്റെ വിശ്വാസങ്ങൾ, കുഫറിലേക്ക് വരെ എത്തുന്ന വിശ്വാസങ്ങൾ, ഒരു കഴിവ് അല്ലാഹു തആല ഒരു മഹാന് കൊടുത്താൽ അക്കഴിവ് ഹഖീഖത്തൻ കഴിവ് തന്നെയാണ് എന്ന് പറയുന്ന കുഫറിന്റെ വിശ്വാസങ്ങൾ ഇവരിലുണ്ട്. ഇപ്പോഴും അവരെ തിരുത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ 100 കൂട്ടം കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് നസീഹത്തുൽ ലബീബിന്റെ പേരിൽ പറഞ്ഞ കളവ് നമ്മൾ എത്രയോ തവണ ഇവിടെ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത കോപ്പി ഞാനും നിങ്ങളെന്താ മനസ്സിലാക്കിയത്? മഖ്തൂത്തായ കോപ്പി ഉണ്ട് കുറച്ച് പറയാൻ. അതൊക്കെ നിന്റെ ആമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. അയ്യാതി ഉമ്മാക്കി കാട്ടിയൊന്ന് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളെ പേടിച്ചരണ്ടു.
അതുകൊണ്ടാണ് സുന്നികൾക്കിടയിൽ വീണ്ടും ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്നത്. സഹോദരങ്ങളെ, ഇനി വേറെ കോപ്പി കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? നസീഹത്തുൽ ലബീബിന്റെ കോപ്പി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ലേ? ഇന്തഹയില്ലാത്ത കോപ്പി ഞങ്ങൾ കൊണ്ടുവന്നിട്ട് മാസങ്ങളായി. ഇത് എത്രയോ തവണ ഞങ്ങൾ കാണിച്ചില്ലേ? ഇന്താൻ ഔഷാദ് മൗലവി അവിടെ പറയുന്നത് പോലുള്ള ഒരു ഇന്തഹ അവിടെ ഇല്ല, യഥാർത്ഥ കിതാബിൽ ഒറിജിനൽ കോപ്പിയിൽ ഇല്ല എന്ന് അതിന്റെ മഖ്തൂത്ത് ഹാജരാക്കി ഞങ്ങൾ കൊണ്ടുവന്നു. ഇത് കൊണ്ടുവരുന്ന മുറയ്ക്ക് അൾജീരിയയിൽ നിന്ന് മറ്റൊരു കോപ്പി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തേ ഇതുവരെ എത്തിയില്ലല്ലോ? എവിടെ പോയി അൾജീരിയൻ കോപ്പി? നമ്മൾ ഓരോ പ്രസംഗത്തിലും നിരന്തരം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യം അതല്ലേ, പക്ഷേ കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കുടുങ്ങിയപ്പോഴാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഐക്യവും അവരുടെ സാഹോദര്യവും തകർത്ത് തരിപ്പണമാക്കി അവരെ വീണ്ടും ഒരു അഭിപ്രായ ഭിന്നതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, അതിലൂടെ ഈ മൗലവിയുടെ കുരുവട്ടൂരിസം വളർത്താൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ മൗലവി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നൗഷാദിനോടും അദ്ദേഹത്തിന്റെ കുരുവട്ടൂരിയൻ മൗലവിമാരോടും ഒന്നിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന താങ്കളുടെ ഈ ശ്രമമുണ്ടല്ലോ, അത് നടക്കാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പെട്ടുപോകുന്നവരെല്ലാ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. ആ ചരിത്രങ്ങൾ അതിവിടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്ക് കാര്യലാഭം നേടാം എന്ന തെറ്റിദ്ധാരണ നൗഷാദിനുണ്ടെങ്കിൽ താങ്കളാണ് വിഡ്ഢികളുടെ സ്വർഗത്തിൽ ഒന്നാമൻ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ അർത്ഥത്തിലും പറ്റിക്കുക. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഇവർക്കൊക്കെ എന്താണ് പിഴച്ചത്? ഇവർക്കൊക്കെ എന്ത് പിഴച്ചു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അവരുടെ മുമ്പിൽ പോയി അവരുടെ കൈമുത്തി വന്നവനല്ലേ ഈ നൗഷാദ്. എന്നിട്ട് എന്തുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് വീണ്ടും വന്നു? ആ ഒരു ചോദ്യം അവിടെയുണ്ട്. പക്ഷേ അതൊക്കെ മറക്കാനുള്ള ഒരു ശ്രമമാണ് നൗഷാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കൾ മറന്നതുകൊണ്ട് ഇവിടെ സമൂഹം മറന്നുപോകില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടപ്പോ ഇപ്പൊ പുതിയ ഒരു തന്ത്രം, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കി വീണ്ടും അവരെ അഭിപ്രായ ഭിന്നതയിലേക്ക് കൊണ്ടുപോയി ഐക്യം തകർത്ത് അവരുടെ രക്തം കുടിക്കുക എന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഈ മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സമസ്തയുടെ ചരിത്രം എത്രയോ തവണ നമ്മൾ പറഞ്ഞതാണ്. ഇദ്ദേഹം വീണ്ടും ആ കളവ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗീബൽസിയൻ സിദ്ധാന്തം, അത് മാത്രമാണ് ഈ മൗലവിന്റെ കയ്യിലുള്ളത്. അപ്പോ അതിന്റെ അടക്ക് ഇന്നലെ സൂറത്തുർ റൂമിനെ മൗലവി എന്ന് ദുർവ്യാഖ്യാനിച്ചു. ആ ദുർവ്യാഖ്യാനിച്ചപ്പോ നമ്മളത് പിടികൂടി. ഞാനത് ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാനത് ഒറ്റ കൊട്ടുകൊട്ടിയിട്ടേ ഉള്ളൂ. വിഷയം പറയുന്നതിനിടയിൽ ഒരു ചെറിയ കൊട്ടുകൊട്ടി. മൗലവി താങ്കൾ അവിടെ ഓതിയ ആയത്തിന് പറഞ്ഞ അർത്ഥം, ആ ആയത്തിൽ പറയുന്ന വിഷയം അത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല, അത് തിരുത്തി തരാൻ ഒരാൾ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. വളരെ വ്യക്തമാണത് ആ ചോദ്യം. അത് മൗലവി വീണ്ടും ഇവിടെ വന്ന് അതിനെ വീണ്ടും ദുർവ്യാഖ്യാനിച്ച് വഷളാക്കുകയാണ്. അപ്പൊ നമുക്ക് ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ഞാൻ ഇന്നലെ ചെറിയ ഒരു കൊട്ടി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ്, പക്ഷെ അതും മനസ്സിലാകുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? ചെറിയ സൂചന മനസ്സിലാകുന്നത് ബുദ്ധിയുള്ളവർക്കാണല്ലോ, അതില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാനാ? അതുമായി ബന്ധപ്പെട്ട് മൗലവി ആദ്യം പറഞ്ഞതൊന്ന് കേൾക്കാം. അലിഫ് ലാം മീം ഒലിബത്തിർ റൂം. അല്ലാഹ് റസൂലിനോട് സംസാരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. റോം സാമ്രാജ്യം ഫത്ഹായി, വിജയിച്ചു കഴിഞ്ഞു. അപ്പോഴേക്ക് അബൂജഹലും എല്ലാവരും ഇളകി. എന്ത് റോം വിജയിക്കേ? ഏടെ വിജയിക്കണ്? മക്കൻ തന്നെ കിട്ടാത്ത കാലത്താ റോമാ സാമ്രാജ്യത്തിന്റെ വിജയം ഖുർആൻ പറയുന്നത്. വിജയിച്ചു ഉടനെയൊന്നും കൂടിയല്ല, വിജയിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അല്ല എന്നാ പറഞ്ഞത്, വിജയിച്ചിട്ടില്ല എന്നാണ് അപ്പറഞ്ഞത് മൗലവി. ഒലിബ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? ഒലബ, അതിജയിച്ചു. മീസാന് മുതൽ ഓതിപ്പടിക്കണം, മീസാന് മുതൽ ഓതിപ്പടിക്കണം.
മനസ്സിലായോ? ഗലബ ഫീൽ മാദി മഅറൂഫ്. ഇനിയോ ഗുലിബ ഫീൽ മാദി മജ്ഹൂല്. എന്താ അർത്ഥം? അതിജയിക്കപ്പെട്ടു, അതിജയിക്കപ്പെട്ടു. അപ്പൊ ആരാണ് അതിജയിക്കപ്പെട്ടത്? ഗുലിബത്ത്, അതതിന്റെ മുഅന്നസ് എന്ന് പറയും. ഗുലിബയുടെ മുഅന്നസാണ് ഗുലിബത്ത്. അപ്പൊ അർ-റൂമു, റോമൻ സാമ്രാജ്യം അതിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ അർ-റൂം എന്നുള്ളത് അതിനെ എന്ത് പറയും? നായിബ് ഫായിൽ എന്ന് പറയും. അർ-റൂം എന്നത് നായിബ് ഫായിലാണ്. അപ്പൊ ഗുലിബത്തിർ റൂം, റൂം അതിജയിക്കപ്പെട്ടു. അതിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണ്. നൗഷാദ് അർത്ഥം വെച്ചതോ? വിജയിച്ചു ഉടനെ ഒന്നും കൂടിയല്ല, വിജയിച്ചു കഴിഞ്ഞു എന്നാർന്നേ. റൂം വിജയിച്ചു. അത് തെറ്റാണ് നൗഷാദ്, മനസ്സിലായോ? അത് തെറ്റാണ്. താങ്കൾ പറഞ്ഞത് മഹാവിഡിത്തമാണ്. പക്ഷെ അത് തിരുത്തി തരാൻ അക്കൂട്ടത്തിൽ ഒരാളും ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായോ? അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരാളും ഉണ്ടായില്ലല്ലോ. ഗുലിബത്തിർ റൂം എന്ന് പറഞ്ഞാൽ റോം പരാജയപ്പെട്ടു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ് ഫീ അദിനൽ അർദ്, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് വെച്ച്, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന നിരപ്പിൽ വെച്ചാണ് ആ പരാജയം ഉണ്ടായത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ സയഗ്ലിബൂൻ, അവർ പിന്നീട് വിജയിക്കും. ഫീ ബിദ്ഇ സിനീന, 9 വർഷങ്ങൾക്കുള്ളിൽ. കൃത്യമായിട്ട് ആ പ്രവചനം പുലർന്നു. റോമൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തെ 9ാമത്തെ വർഷം പരാജയപ്പെടുത്തി. അവർ വിജയിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനം പുലർന്നു. അത് ഖുർആനിന്റെ ഒരു അമാനുഷികതയാണ്. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷേ മൗലവി വീണല്ലോ. വീണാൽ പെട്ടെന്ന് എഴുന്നേറ്റാൽ അധികം ചളി പുരളൂല. പക്ഷെ വീണ്ടും വീണ്ടും ഉരുളാൻ ശ്രമിക്കുകയാണ് മൗലവി ചെയ്തത്. മനസ്സിലായല്ലോ? ഞാൻ വീണിട്ടില്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ്. ആ വീണിട്ടില്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമം നടത്തിയപ്പോ മൗലവി വീണ്ടും കൂടുതൽ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. പറയട്ടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ എവിടെ നിന്ന് എഴുന്നേറ്റ് വരിക? ഞങ്ങൾ പരിശുദ്ധ ഖുർആനിനൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നൊന്നും പറയാൻ ഇന്നൊരാൺകുട്ടിയും ജീവിച്ചിരിക്കുന്നില്ല. തക്ബീറിന്റെ ശക്തി എത്രയാ നോക്കി നിങ്ങൾ. തക്ബീറിന്റെ ശക്തി. സ്റ്റേജിലുള്ളവർ ഈ കോലത്തിൽ ജാഹിലീങ്ങളാണെങ്കിൽ സദസ്സിലുള്ളവർ തക്ബീർ ചെല്ലിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സ്റ്റേജിലുള്ളവർക്ക് പോലും, ആ തലീകെട്ടൊക്കെ കെട്ടിയിരിക്കുന്ന ഓൽക്ക് പോലും ഈ അബദ്ധം മനസ്സിലാവുന്നില്ലല്ലോ. വീണ്ടും അബദ്ധം ആവർത്തിക്കുമ്പോ അപ്പോഴെങ്കിലും പറയണ്ടേ, എന്റെ നൗഷാദെ കഴിഞ്ഞ തവണ തന്നെ നീ ഞങ്ങളെ കുടുക്കിയിട്ടുണ്ട്, ഇപ്രാവശ്യം കുടുക്കല്ല എന്ന് പറയാൻ അവർക്ക് കഴിയണ്ടേ? കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇൽമ് എന്ന് പറയുന്ന ഒരു സംഗതി പഠിച്ചിട്ട് കിട്ടേണ്ടതാണ്. അല്ലാതെ ഏതെങ്കിലും കാട്ടിലൊക്കെ പോയിരുന്നാൽ കിട്ടുന്ന സാധനമല്ലത്. ശരീഅത്ത് കിട്ടുമ്പോ ആ ശരീഅത്തനുസരിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്നതാണ് ലദുനിയായ ഇൽമ് എന്ന് പറയുന്നത്. ശരീഅത്തൊന്നില്ലാതെ ഏതെങ്കിലും കാട്ടിൽ പോയിരുന്നാൽ കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചു പോയവരാണവർ. അതുകൊണ്ടാണ് വീണ്ടും അബദ്ധം പറഞ്ഞപ്പോൾ അവർക്ക് കേട്ടിരിക്കേണ്ടി വന്നത്. അപ്പൊ വെറുതെ ആളുകളെ മുമ്പിലിരിക്കുന്ന ജാഹിലിങ്ങളെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കാം. അതിനാരെ കൊണ്ടും സാധിക്കും. എന്നിട്ട് എന്ത് പറയുന്നു? പഠിച്ചോ? ആ ആയത്തിന് 2 തഫ്സീറുണ്ട്. ഞാനവിടെ ഒലിബത്ത് റൂമിന്റെ തഫ്സീർ വിശദീകരിക്കുന്ന ക്ലാസ് ഒന്നല്ല, അതുകൊണ്ട് അപ്പ മനസ്സിൽ വന്ന് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. എന്താ ഒരു തഫ്സീർ? അതാണ് ഈ പറഞ്ഞത്. റോം പരാജയപ്പെട്ടു, പിന്നെ ആ റോം വിജയം വരിച്ചു പേർഷ്യക്കാർക്കെതിരിൽ. അതതിന്റെ ഒരു തഫ്സീറാ. എന്നാ കേട്ടോ അടുത്ത തഫ്സീർ. വയജൂസു അൻ യകൂന റൂം ഫാഇൽ ഗലബത് അലൽ ബിനാഇ ലിൽ ഫാഇൽ ഐ ഗലബത്തിർ റൂം അഹ്ല ഫാരിസ് വഹും ഐ അർ-റൂം ബഅദ ഗലബിഹിം സയുഗ്ലബൂൻ അലൽ മജ്ഹൂൽ ഐ യകൂനൂന മഗ്ലൂബീന ഫി ഐദിൽ മുസ്ലിമീൻ ഫകാന ദാലിക ഫി സമനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവലൊക്കെ എന്തൊരു അഹങ്കാരാന്ന. ഏതോ ഒരു തഫ്സീർ. അഹങ്കാരമല്ല മൗലവി, അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. കിതാബോധി പഠിച്ച ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ നടക്കുന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. താങ്കളെപ്പോലുള്ള ഏത് പുത്തൻവാദി എന്ത് ആശയവിരുദ്ധമായ കാര്യം പറഞ്ഞാലും നേരിടാൻ കഴിയും എന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. മനസ്സിലായോ? ഇപ്പൊ എന്താ മൗലവി പറഞ്ഞത്? ഈ ആയത്തിന് 2 തഫ്സീർ ഉണ്ട്. പച്ചക്കളവാണ്.
ഒലിബത്തി റൂം എന്നതിന് അങ്ങനെ ഒരു തഫ്സീറില്ല. അങ്ങനെ ഒരു തഫ്സീറില്ല. അത് താങ്കൾക്ക് അറബി അറിയാത്തത് കൊണ്ടാണ്, താങ്കൾ മീസാൻ ഓതി പഠിക്കാത്തത് കൊണ്ടാണ്. എന്താണ് റൂഹുൽ ബയാനിൽ അവിടെ പറഞ്ഞത്? റൂഹുൽ ബയാനില് അവിടെ പറഞ്ഞ വിഷയം എന്താണ്? അതുപോലും ഇയാൾക്ക് തിരിഞ്ഞില്ല. ആരോ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാതെ ഓടി വന്നു. ഞങ്ങൾ വീണ്ടും പിടിക്കാണ്, ഞങ്ങൾ വീണ്ടും പിടിക്കാൻ പോവാണ്. എന്താണ് അവിടെ പറഞ്ഞത്? അവിടെ പറഞ്ഞ ഒലിബത്തി റൂം എന്നതിന് അങ്ങനെ ഒറ്റ അർത്ഥേ ഉള്ളൂ. റോം പരാജയപ്പെട്ടു എന്ന ഒറ്റ അർത്ഥേ അതിനുള്ളൂ. പിന്നെ അവിടെ വേറെ ഖിറാഅത്തുണ്ട്, 2 തഫ്സീർ എന്നാണ് ഈ ജാഹിൽ പറയുന്നത്. ഇയാൾക്ക് ഖിറാഅത്ത് എന്താണെന്നോ തഫ്സീർ എന്താണെന്നോ എന്നൊന്നും ഇയാൾക്ക് തിരിയൂല. അവിടെ വേറെ ഒരു ഖിറാഅത്തുണ്ട്. എന്താണ് ഖിറാഅത്ത്? വലബത്തി റൂം എന്നൊരു ഖിറാഅത്തുണ്ട്. മനസ്സിലായോ? ആ ഖിറാഅത്തിന്റെ അർത്ഥമാണോ താങ്കൾ പറഞ്ഞത്? എങ്കിൽ വലബത്തി റൂം എന്നല്ലേ ഓതേണ്ടത്? മൗലവി എങ്ങനെ ഓതിയത്? അലിഫ് ലാം മീം ഒലിബത്തി റൂം. ഒലിബത്തി റൂം, ഒലിബത്തി റൂം എന്ന് ഓതിയാൽ അത് മജ്ഹൂലാണ്. ഇയാൾക്ക് എല്ലാം ഒന്നേനാണല്ലോ. മീസാന് തിരിയാത്ത ആളോട് പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യ? ഇയാൾക്ക് ഒലിബത്തി റൂം എന്ന് പറഞ്ഞാലും വലബത്തി റൂം എന്ന് പറഞ്ഞാലും ഒന്നാണ് ഇയാൾക്ക്. എന്നാൽ മീസാൻ ഓതുന്ന ചെറിയ മുതഅല്ലിമീങ്ങളുടെ മുമ്പിൽ പോയി അത് പറയാൻ പറ്റൂല. ഒലിബ എന്ന് പറഞ്ഞാൽ ഫീലും മജ്ഹൂലാണ് മൗലവി. ഒലിബത്തി റൂം എന്ന് പറഞ്ഞാൽ റോം പരാജയപ്പെട്ടു എന്നേ അതിനർത്ഥമുള്ളൂ. അതേ സമയത്ത് മഷ്ഹൂറായ മുത്തവാത്തിറായ ഖിറാഅത്താണ് ഒലിബത്തി റൂം എന്നത്. എന്നാൽ മറ്റൊരു ഖിറാഅത്തിന്റെ വലബത്തി റൂം, അവിടെ വലബത്തി റൂം എന്നാണ് ഓതേണ്ടത്. അതിനുശേഷം മിൻ ബഅദി വലബിഹിം സയഗ്ലബൂൻ എന്നുമാണ് അവിടെ ഖിറാഅത്തുള്ളത്. അപ്പൊ മൗലവി വലബത്തി റൂം എന്നാണ് ഓതിയത് ആണോ? അപ്പൊ വീണയെടുത്ത് കിടന്ന് ഉരുളാതെ വേഗം എഴുന്നേറ്റ് പോയാൽ കൂടുതൽ വഷളാകൂല. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, അക്കൂട്ടത്തിലെ സ്റ്റേജിലിരുന്ന് വീണ്ടും ഈ പൊട്ടത്തരം കേട്ടല്ലോ ആളുകള്. അവിടെ തിരുത്തി കൊടുക്കാൻ പറ്റിയോ? അവിടെ അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റൂല നൗഷാദെ എന്ന് പറയാൻ പറ്റിയോ? വലബത്തി റൂം എന്ന ഖിറാഅത്ത് അനുസരിച്ച് റോം വിജയിച്ചു. അവിടെ വലബത്തി റൂം എന്നാണ് ഓതേണ്ടത്. എന്നാൽ നൗഷാദ് ഓതിയത് ഒലിബത്തി റൂം എന്ന് ഓതിയിട്ട് റോം വിജയിച്ചു. അത് മഹാബദ്ധമാണ്. താങ്കൾക്ക് അവിടുത്തെ ഖിറാഅത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അവിടുത്തെ മാന എന്താണ് എന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ആളുകളെ മുമ്പിൽ തക്ബീർ ചൊല്ലിപ്പിക്കുക. ആര്? വിവരമില്ലാത്തവരുടെ മുമ്പിൽ പോയി തക്ബീർ ചൊല്ലിക്കുക. അതൊക്കെ ആർക്കും പറ്റുള്ളൂ. പക്ഷെ വിവരമുള്ളവരുടെ മുമ്പിലാ പറ്റാത്തത്. വിവരമുള്ളവർ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറ, പിടിക്കും ഞങ്ങള്. എന്നിട്ട് പറയാണ്, ഞാനിങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ഒരു ആയത്ത് ഓതിപ്പോയി, അതാണ് ഇപ്പൊ പഠിക്കുന്നത്, അത് വലിയ വിഷയമാണ്. ആ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഞങ്ങൾക്ക് വലിയ വിഷയം. താങ്കൾക്ക് വലിയ വിഷയം ഇപ്പൊ എന്താണ്? ഖുർആനും ഹദീസൊന്നുമല്ല, ആദർശമല്ല, കിതാബുകളല്ല, പ്രമാണമല്ല. താങ്കൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ വീണ്ടും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നതാണ് താങ്കൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. അതാണ് നിലനിൽപ്പ്. പരസ്പരം മുഅ്മിനീങ്ങളെ പരസ്പരം സംഘർഷ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉന്തിവിട്ട് അവരുടെ രക്തം കുടിക്കാൻ പറ്റുമോ, എന്നിട്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നതാണ് താങ്കൾ ഇപ്പൊ ചിന്തിക്കുന്ന ഏറ്റവും വലിയ വിഷയം. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥം മാറ്റി പറയുമ്പോൾ അത് ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും. അപ്പൊ നോക്കൂ, നിങ്ങള് വീണ്ടും ഇങ്ങനെ ഒരു മഹാബദ്ധം പറയാം. നേരത്തെ ഒരു അബദ്ധം പറഞ്ഞു, അതിനെ വെള്ളപൂശാൻ വേണ്ടി വീണ്ടും ഒരു മഹാബദ്ധം പറഞ്ഞു. അതും തിരുത്തി കൊടുക്കാൻ ഒറ്റ ഒന്ന് അക്കൂട്ടത്തിൽ ഇല്ലാതെയായി പോയല്ലോ അല്ലേ? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾക്ക് ഒന്നും അറിയില്ല, ഒക്കെ ഊരപ്പെട്ടു പോയി. മീസാന് പോലും ഇയാൾക്ക് മനസ്സിലാക്കാത്ത കോലത്തിൽ, കേവലം സർഫ് നഹ്വ് പോലും മനസ്സിലാകാത്ത കോലത്തിൽ ഇദ്ദേഹം ഊരപ്പെട്ടു, ഇൽമിൽ നിന്നും മുക്തമാക്കപ്പെട്ടു പോയി. തകർന്നു പോയാൽ, പിഴച്ചു പോയാൽ അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണത്. ഏറ്റവും വലിയൊരു ശിക്ഷയാണത്. ഏത് ചെറിയ കുട്ടിക്കും അറിയൂലേ അത്? ഒലിബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നതിന് അർത്ഥം വെക്കാൻ പറ്റില്ല. റോം വിജയിച്ചു എന്ന അർത്ഥം വെക്കാൻ പറ്റില്ല. അത് അറബി ഭാഷയുടെ ഏറ്റവും ചെറിയ നിയമമല്ലേ? കിതാബ് ഓതി തുടങ്ങുന്ന ഒരു കുട്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു നിയമമല്ലേ? അപ്പൊ ഒലിബത്തി റൂം എന്ന് ഓതിയിട്ട് റോം വിജയിച്ചു എന്ന് എങ്ങനെയാ അർത്ഥം വെക്കുക? റോം പരാജയപ്പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് പറ്റിയ അമളി
അത് ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത് വീണ്ടും മഹാബദ്ധത്തിലേക്കാണ് പോയി പെട്ടത് എന്ന് മൗലവി മനസ്സിലാക്കണം. ഞങ്ങളെ മുമ്പിൽ അങ്ങനത്തെ ഉമ്മാക്കികൾക്കൊന്നും സ്ഥാനമല്ല. കിതാബ് നോക്കേണ്ടതുപോലെ നോക്കിയവരാണ് ഞങ്ങൾ. അത് നോക്കാതെ തിരിയാതെ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുമ്പോ വിഡ്ഢികളെ ജാഹിൽ എന്നല്ലേ പിന്നെ വിളിക്കാം? വിഡ്ഢികളെ ആലിം എന്ന് പിന്നെ വിളിക്കാൻ പറ്റുമോ? അയാൾ കാര്യമായിട്ട് പറയുന്ന ഒരു പരാതിയാണ്, ഞങ്ങൾ വിഡ്ഢി, ജാഹിലി, മുത്തജാഹിലി എന്നൊക്കെ വിളിച്ചു. പിന്നെന്താ നിങ്ങളെ വിളിക്കേണ്ടത്? ജാഹിലി എന്നല്ലേ ജാഹിലിങ്ങളെ വിളിക്കേണ്ടത്? ജാഹിലിങ്ങളെ ജാഹിലി എന്നല്ലാതെ ആലിം എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ കിതാബുകളിലും അതുപോലെ പരിശുദ്ധ ഖുർആനിലടക്കം തിരുമറി നടത്തിയ മൗലവി മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുകയാണ്. EK ഉസ്താദിനെ നിങ്ങൾ അംഗീകരിക്കുമോ? നമ്മുടെ ചോദ്യം പ്രസക്തല്ലേ? EK ഉസ്താദിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട EK ഉസ്താദ് ആരായിരുന്നു? സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിച്ച മഹാനായിരുന്നില്ലേ? ആ EK ഉസ്താദാണ് കള്ളത്വരീഖത്തുകാർക്കെതിരെ സമസ്ത നിലപാടെടുത്തപ്പോൾ സമസ്ത അതിന് നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചത് ആരെയായിരുന്നു? ബഹുമാനപ്പെട്ട EK ഉസ്താദിനെയായിരുന്നു. നൂരിഷാ ത്വരീഖത്തിനെ പറ്റി അദ്ദേഹവുമായി സമസ്തയുടെ തീരുമാനം വെച്ചുകൊണ്ട് സലഫ് സ്വാലിഹീങ്ങളുടെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ സമസ്ത തയ്യാറാണെന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ തീരുമാനിച്ചു. കള്ളത്വരീഖത്തുകാരായ നൂരിഷക്കാരെ അറിയിച്ചു. വ്യവസ്ഥകളെ പറ്റിയും മറ്റും തീരുമാനങ്ങൾ എടുക്കുവാൻ താഴെ പറയുന്നവരെ അധികാരപ്പെടുത്തി. ആരാണ് ഇനി എണ്ണാൻ പോകുന്നത്? ഒന്ന് EK, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദായിരുന്നു ഒന്നാമൻ. കോട്ടുമല, വാണിയമ്പലം, മാനു മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ. EK ഉസ്താദാണ് ഈ നൂരിഷാ ത്വരീഖത്ത് കള്ളത്വരീഖത്താണെന്ന് സമസ്ത നിലപാടെടുത്തപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാനും നിലപാടെടുക്കുവാനും നിയമിച്ച സബ് കമ്മിറ്റിയിൽ ഒന്നാമൻ ബഹുമാനപ്പെട്ട EK ഉസ്താദായിരുന്നു. ഈ നൂരിഷാ ത്വരീഖത്ത് കള്ളത്വരീഖത്ത് ആണെന്ന് നൗഷാദ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ ചോദ്യല്ലേ? ഈ ചോദ്യത്തിനെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. അതിനൊന്നും മറുപടിയില്ലാതെ വീണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ ഐക്യം തകർക്കാൻ എന്തുണ്ട് വഴി എന്നാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളും അൻത അലൽ ഹഖി എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് പറഞ്ഞല്ലോ. താജുൽ ഉലമയോട് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. അൻത അലൽ ഹഖി, നിങ്ങൾ ഹഖിന്റെ മേലിലാണ്, അതിൽ അടിയുറച്ചു നിൽക്കണം എന്ന് താജുൽ ഉലമയോട് പറഞ്ഞു. എന്നാൽ അൻത അലൽ ഹഖി എന്ന അറബി പദത്തിന് പുതിയ അർത്ഥം വന്നിരിക്കുകയാണ്. നൗഷാദ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെയും പണ്ഡിതന്മാരുടെയും ഇടയിൽ അനൈക്യമുണ്ടാക്കി വീണ്ടും പ്രശ്നങ്ങളും തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും കൊണ്ടുവന്ന് ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെയും ആലിമീങ്ങളുടെയും രക്തമൂറ്റി കുടിച്ച് തങ്ങളുടെ പുത്തൻവാദത്തിന് വളരാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്ന നൗഷാദ് അതിന് പുതിയ അർത്ഥം കൊണ്ടുവന്നു. എന്താണ് നൗഷാദ് കൊണ്ടുവന്ന അർത്ഥം? ആ അർത്ഥം അത് പറയുന്നതിന് മുമ്പ് നമുക്ക് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്താണ് അതിന് അർത്ഥം വെച്ചത് എന്ന് നോക്കാം. ആദ്യം മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, നിങ്ങൾക്കൊക്കെ അറിയാം, സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുത്ബുൽ പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. അർത്ഥം വെച്ചത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ഹഖിന്റെ മേലിലാണ്, ഹഖിലാണ്. ഈ അർത്ഥം എത്ര കൊല്ലത്തേക്ക് വാലിഡിറ്റി ഉള്ളതായിരുന്നു? നൗഷാദ് പറയണം. ഇതിപ്പോ നിങ്ങളെ മുറബിയായ ഷെയ്ഖാണ് ഈ പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്ന ആളാണ്. നൂലുമ കെട്ടിയിട്ട് ഇറക്കി കൊടുക്കാണ്. വേറെ ഒരാൾക്കും തൊടാൻ കഴിയാതെ നൂലിൽ കെട്ടി ഇങ്ങനെ ഇറക്കി കൊടുക്കാണ് ആ വിവരം. അങ്ങനത്തെ ആളാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്ത്? അൻത അലൽ ഹഖി എന്ന പദത്തിന് എന്താ അർത്ഥം വെച്ചത്? നിങ്ങളുടെ ഹഖിന്റെ മേലിലാണ്, ഹഖിലാണ്, അതിലടി ഉറച്ചു നിൽക്കണം. ഈ അറബി പദത്തിന്റെ അർത്ഥം ഇതായിരുന്നു എന്നത് എത്ര കൊല്ലം വരെയായിരുന്നു അതിന്റെ വാലിഡിറ്റി? പിന്നെ എന്ന് മുതലാണ് നൗഷാദ് പറയുന്ന അർത്ഥത്തിലേക്ക് മാറിയത്? നൗഷാദ് പറയട്ടെ. കൽപ്പനയാണ്, ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിന്നോളണം. അൻത അലൽ ഹഖ്, അതിന്റെ അർത്ഥം വെച്ച് ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിന്നോളണം. അത് അപ്പോ അൻത അലൽ ഹഖ് എന്നതിന്റെ മാന
അടിയുറച്ചു നിന്നോളണം കൽപ്പനയാണ്. അപ്പൊ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞ അർത്ഥമല്ല. മുറബിയായ ഷെയ്ഖിനെ തിരുത്താൻ പറ്റുമോ നൗഷാദേ? മുറബിയായ ഷെയ്ഖിനെ തിരുത്താൻ പറ്റുമോ? അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്ന നിങ്ങൾ ആ ഷെയ്ഖിനെയാണ് തിരുത്തുന്നത്. അപ്പൊ ഷെയ്ഖും മുരീദും തമ്മിൽ ഇപ്പൊ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. കുരുവട്ടൂരിയൻ പാളയത്തിൽ വൻ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻത അലൽ ഹഖ് എന്ന ഒരു പദത്തിന് അർത്ഥം വെച്ചപ്പോഴേക്ക് അവർക്കിടയിൽ വൻ വിവാദമായി. കോമാട്ടുചാലിൽ അബ്ദുള്ളയെ തള്ളി അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൂലിപ്രഭാഷകനാണ് നൗഷാദ്, കൊട്ടേഷനാണ്. പണം ആരാണോ കൊടുക്കുന്നത് അവർക്കനുസരിച്ച് പ്രസംഗിച്ചു കൊടുക്കും. ഇനി കോമാട്ടുചാലിൽ അബ്ദുള്ളയും ടീമും കൊടുക്കുന്നതിനേക്കാൾ പണം വേറെ ആരെങ്കിലും കൊടുത്താൽ ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചിരിയുമില്ലാതെ പ്രസംഗിച്ചു കൊടുക്കും നൗഷാദ്. അപ്പൊ നോക്കൂ നിങ്ങള്, അവിടെ ഇരിക്കുന്ന ആളുകൾ, ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. അൻതാലൽ ഹഖ് എന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ള അർത്ഥം വെച്ചത് താങ്കൾ ഹക്കിന്റെ മേലിലാണ് എന്ന് CM വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്നല്ലേ? ആ അർത്ഥം എത്ര കൊല്ലത്തേക്ക് വാലിഡിറ്റി ഉള്ളതായിരുന്നു? ആ ഡേറ്റ് പറയാം. ആ അർത്ഥം ക്യാൻസൽ ചെയ്യപ്പെട്ട, നസ്ഖ് ചെയ്യപ്പെട്ട ഡേറ്റ് എന്നാണെന്നുള്ളത് പറയാം. എന്നിട്ട് പോരെ ബാക്കിയുള്ളതൊക്കെ? ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ മാത്രം പറയേണ്ടി വരുന്ന ഏറ്റവും നാണം കെട്ട ഒരു വിഭാഗമല്ലേ ഈ കുരുവട്ടൂരിയൻ ടീം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ പിഴച്ചവരാണെന്നും വ്യാജന്മാരാണെന്നും മനസ്സിലാക്കാൻ ഇതിലധികം മറ്റൊന്നും വേണ്ടതില്ല. നിങ്ങൾ ഖുർആൻ പഠിക്കാത്തവരാണ്, ഹദീസ് പഠിക്കാത്തവരാണ്, ദീന് പഠിക്കാത്തവരാണ് എന്നതിന് വേറെ ഒരു തെളിവും വേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും പ്രവർത്തനങ്ങളും എക്കാലത്തെയും പോലെ വളരെ മികച്ച രീതിയിൽ വിപ്ലവാത്മകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സമസ്തയിലെയും ആലിമീങ്ങളും പ്രവർത്തകരും വളരെ അച്ചടക്കത്തോടുകൂടി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർക്കിടയിൽ വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ച് ഇവിടെ മുഅ്തസിലത്തിന്റെ ആശയം കൊണ്ടുവരാം എന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നൗഷാദിനോട് ഞങ്ങൾ പറയട്ടെ, താങ്കളുടെ ഈ വ്യാമോഹം വെറും സങ്കല്പം മാത്രമാണ്, അത് നടക്കാൻ പോകുന്നില്ല എന്നത് നൗഷാദ് മനസ്സിലാക്കണം. അങ്ങനെ തകർക്കാൻ കഴിയുന്നതല്ല അഹ്ലുസുന്ന വൽ ജമാഅത്ത്. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പൂർവോപരി ശക്തിയോടുകൂടി ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകും. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരുന്നത് വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയം കൃത്യമായിട്ട് വെള്ളം ചേർക്കാതെ ആരെയും ഭയപ്പെടാതെ വളരെ കൃത്യമായി പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഈ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ഇടയിൽ, പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ വിഭാഗീയതയും അഭിപ്രായ ഭിന്നതയും കൊണ്ടുവന്ന് അവരെ പരസ്പരം സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് മുതലെടുപ്പ് നടത്താമെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് പണ്ടേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബത്തിന്റെ ഇടയിൽ വിഭാഗീയതയുണ്ടാക്കാൻ ശ്രമിച്ച ജൂതന്മാരുടെ ശ്രമത്തെ അല്ലാഹു തആല തകർത്തതുപോലെ നിങ്ങളുടെ ശ്രമത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് ഈ സമയത്തെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.